ശരാശരി. നമ്മൾ ഈ 7 ദിവസം ഇട്ടതിൽ ഒരു ദിവസത്തെ മാത്സിൻ്റെ ടോപ്പിക്കാണ് ശരാശരി എന്ന് പറയുന്നത്. ശരാശരിയിൽ ഒരു 10-12 ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ചെയ്ത് കാണിച്ച് തരാനുള്ള അത്ര വലിയ സൗകര്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്നിട്ട് കൃത്യമായിട്ട് പറഞ്ഞു തരാം. മനസ്സിലാവാത്തവർ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ കുറച്ചെണ്ണം സെലക്ട് ചെയ്ത് എടുത്തതാണ്. ആദ്യത്തെ 19 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര? അപ്പോൾ എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണാനുള്ള ഇക്വേഷൻ n+1/2 എന്നാണ്. ഇനി ഇതുപോലെ ഒറ്റ സംഖ്യകളുടെ ഉണ്ട്, അഖണ്ഡ സംഖ്യകളുടെ ഉണ്ട്. അത് ഞാനൊരു വീഡിയോ ആക്കി ഇട്ടേക്കാം കേട്ടോ, ഇന്ന് വൈകിട്ടേനെ ഇട്ടേക്കാം. അപ്പോൾ ഇതിൽ ഈ ആദ്യത്തെ 19 എണ്ണൽ സംഖ്യ എന്നുണ്ട്. അപ്പോൾ n എന്ന് പറഞ്ഞാൽ ഈ 19 അപ്പോൾ എന്നിൻ്റെ വില അതിൽ കൊടുക്കുമ്പോൾ 19 + 1/2 20/2 എന്നാവും. അത് 10 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ 19 എണ്ണൽ സംഖ്യയുടെ ശരാശരി എന്ന് പറഞ്ഞാൽ 10. ഇനി അടുത്തത്, തുടർച്ചയായ 5 സംഖ്യകളുടെ ശരാശരി 24 ആയാൽ അതിൽ ഏറ്റവും വലിയ സംഖ്യ. ഈ ഒറ്റ സംഖ്യകളുടെ ശരാശരിയാണെന്ന് എപ്പോഴും എന്ത് ചെയ്യണമെന്ന് അതായത് 5 സംഖ്യ, 3 സംഖ്യ, 7 സംഖ്യ അങ്ങനെയൊക്കെ തന്നെ ഏറ്റവും മധ്യത്ത് വരുന്ന സംഖ്യയായിരിക്കും അതിൻ്റെ ശരാശരിയായിട്ട് തന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ 5 സംഖ്യകളിൽ ഏറ്റവും മധ്യത്തുള്ള 3ാമത്തെ സംഖ്യയാണ് ഈ 24 എന്ന് പറയുന്നത്. അപ്പോൾ അത് മധ്യത്ത് എഴുതിയിട്ട് ഞാൻ 2 വരയിട്ടാണ്, ഇതുപോലെ 4 വരയിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഈ 4 വരയും കൂടെ ഇടും, മധ്യത്ത് 24 എഴുതും. അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ 22, 23, പിന്നെ 24, അത് കഴിഞ്ഞ് 25, 26. അപ്പം നമുക്ക് ആ ഓർഡർ കിട്ടും. 24 എഴുതി കഴിയുമ്പോൾ 23, 22 ആണെന്ന്, 25, 26 ആണെന്ന് നമുക്ക് മനസ്സിൽ തോന്നും. അങ്ങനെ വരുമ്പോൾ ഏറ്റവും വലിയ സംഖ്യ 26. ഇനി 3ാമത്തെ ക്വസ്റ്റ്യൻ, 10 കുട്ടികളുടെ ശരാശരി പ്രായം 15 വയസ്സാണ്. അധ്യാപകൻ്റെ പ്രായം കൂടി ചേർത്തപ്പോൾ ശരാശരി പ്രായം 16 വർദ്ധിച്ചു എങ്കിൽ അധ്യാപകൻ്റെ പ്രായം എത്രയെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 10 കുട്ടികളുടെ പ്രായം 15 വയസ്സെന്ന് പറഞ്ഞു. അപ്പോൾ 10 × 15 150. ഇനി അധ്യാപകൻ്റെ പ്രായം കൂടി ചേർത്താൽ അപ്പോൾ 10 കുട്ടികളിൽ നിന്നുള്ളത് 11 പേരാവും. അധ്യാപകനും കൂടെ ചേരുമ്പോൾ 11 പേര്. 11 ശരാശരി പ്രായം എന്ന് പറയുന്നത് 16 വർദ്ധിപ്പിച്ചു എന്നാണ്. അപ്പോൾ 15 എന്നുള്ളത് 16. അപ്പോൾ 11 × 16 ചെയ്യുമ്പോൾ 176. ആ 176 150 കുറയ്ക്കുമ്പോൾ അധ്യാപകൻ്റെ പ്രായം കിട്ടും. 26 വയസ്സാണ് കിട്ടുന്നത്. ഇനി അടുത്തത്, ഒരാൾ എയിൽ നിന്നും ബിയിലേക്ക് 40 km/h വേഗതയിലും തിരിച്ച് ബിയിൽ നിന്നും എയിലേക്ക് 60 km/h വേഗതയിലും സഞ്ചരിച്ചാൽ ആളുടെ ശരാശരി വേഗത എത്ര? ശരാശരി എന്ന് പറയുന്നത് 2xy x+y എന്നുണ്ട്. അവിടെ തെറ്റിയപ്പോൾ ഞാൻ മാർക്കറിട്ട് മായ്ക്കാൻ വെച്ചത്. ഇവിടെ വലത് സൈഡിൽ എഴുതിയിട്ടുണ്ട്, ഒരേ ദൂരം ഒരുപോലെയുള്ള 2 വ്യത്യസ്ത വേഗതകളിൽ, ഒരേ ദൂരം ഒരുപോലെയുള്ള 2 വ്യത്യസ്ത വേഗതകളിൽ വേഗതയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, സഞ്ചരിച്ചാൽ എക്സും വൈയും തന്നിട്ടുണ്ട്. അതായത് എയും ഓരോ തന്നിരിക്കുന്ന വിലകളാണ് എക്സും വൈയും. 40 km/h 60 km/h. ഇനി അതിൻ്റെ വേഗത കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് 2xy / x+y എന്നാണ്. അപ്പോൾ 2 × 40 × 60 / 60 + 40 4800/100 48 km/h ആണ്. അടുത്തത്, 10 സംഖ്യകളുടെ ശരാശരി 50 കണക്കാക്കി. പിന്നീട് 45 എന്നൊരു സംഖ്യയ്ക്ക് പകരം തെറ്റായി 25 എന്നാണ് രേഖപ്പെടുത്തിയത് എന്ന് കണ്ടെത്തി എങ്കിൽ ശരിയായ ശരാശരി എത്ര? 45 - 25 = 20 കൂടുതൽ. അപ്പോൾ 20 കൂടെ കൂട്ടണം എന്നാണ് ഈ ക്വസ്റ്റ്യൻ വെച്ച് പറയുന്നത്. 10 സംഖ്യകളുടെ ശരാശരി 50 കണക്കാക്കിയത്. പിന്നീട് 45, അതിനകത്ത് 45 എന്നൊരു സംഖ്യ ഉണ്ടായിരുന്നു, അതിന് പകരം 25 എന്ന് എഴുതി. അപ്പോൾ 45 25 തമ്മിലുള്ള ഒരു വ്യത്യാസം തന്നെ നോക്ക്, 20 വ്യത്യാസമുണ്ട്. അപ്പോൾ ശരാശരിയിലെ മാറ്റം എത്രയാണ്? 20/10 = 2 ആണ്. അപ്പോൾ ശരിയായ ശരാശരി, കിട്ടിയ ശരാശരി +2 രണ്ടും കൂടെ കൂട്ടണം. അപ്പോൾ 52 കിട്ടും. 5 സംഖ്യകളുടെ ശരാശരി 24 ആണ്. ഒരു സംഖ്യ ഒഴിവാക്കി ബാക്കിയുള്ള 4 സംഖ്യകളുടെ ശരാശരി 20 ഒഴിവാക്കിയ സംഖ്യ കണ്ടുപിടിക്കണം. അപ്പോൾ 5 സംഖ്യകളുടെ ശരാശരി 24. 5 × 24 120.
4 സംഖ്യകളുടെ ശരാശരി 20. 4 × 20 80. ഒഴിവാക്കിയ സംഖ്യ കണ്ടുപിടിക്കുക. ഇത് രണ്ടും കൂടെ കുറയ്ക്കുമ്പോഴത്തേക്കും 40 എന്ന് കിട്ടും. മനസ്സിലായോ? ഇനി 8 സംഖ്യകളുടെ ശരാശരി 15 ഓരോ സംഖ്യയിലും 5 കൂട്ടിയാൽ പുതിയ ശരാശരി എത്ര എന്നാണ്. ആദ്യ ശരാശരി 15. ഓരോ സംഖ്യയിലും 5 കൂട്ടിയാൽ ശരാശരിയിലും 5 കൂടും. അപ്പോൾ പുതിയ ശരാശരി എത്രയാണ്? 15 + 5 20 എന്ന് കിട്ടും. 15 + 5 20 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ 10 സംഖ്യകളുടെ ശരാശരി 25. ഓരോ സംഖ്യയിൽ നിന്ന് 3 കുറയ്ക്കുകയാണ് ചെയ്യണം. അപ്പോൾ പുതിയ ശരാശരി എത്രയെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും? എത്ര കൂട്ടുന്നോ അല്ലെങ്കിൽ എത്ര കുറയ്ക്കുന്നോ അത് ശരാശരിയിലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ശരാശരി 25 അന്ന് 3 കുറച്ച് 22 എന്ന് കിട്ടും. ഓക്കെ. അടുത്തത് തുടർച്ചയായ 3 ഇരട്ട സംഖ്യകളുടെ ശരാശരി 24. ഏറ്റവും വലിയ സംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കണം. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ 3 സംഖ്യകളാണ്. അപ്പോൾ മധ്യത്തുള്ള 24 എന്ന് കണ്ടുപിടിച്ചാൽ തൊട്ട് മുമ്പേ ഉള്ളത് 22, ശേഷമുള്ളത് 26 അപ്പോൾ ഏറ്റവും വലിയ സംഖ്യ 26. ഇനി 4 പേരുടെ ശരാശരി വരുമാനം 18,000. അഞ്ചാമത് ഒരാൾ കൂടി വന്നപ്പോൾ ശരാശരി 20,000. അഞ്ചാമത്തെ ആളുടെ വരുമാനം എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നേരത്തെ ചെയ്ത പോലെ തന്നെ 4 × 18,000 72,000 കിട്ടും. അതിലൊരു 0 കൂടുതലാണ്. 72,000 കിട്ടണം. അത് കഴിഞ്ഞ് 5 × 20,000 1 ലക്ഷം കിട്ടും. 1 ലക്ഷത്തിന് 72,000 കുറച്ചാൽ 28,000 കിട്ടും. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ്റെ 5 ഇന്നിങ്സിലെ ശരാശരി റൺസ് 48. ആറാമത്തെ ഇന്നിങ്സിൽ 68 റൺസ് നേടിയ പുതിയ ശരാശരി എത്ര? അപ്പോൾ 5 ഇന്നിങ്സിൽ 48. അപ്പോൾ 5 × 48 240. അപ്പോൾ 5 എണ്ണത്തിന് 240. ആറാമത്തേൻ്റെ 68 ആണ്. 68 കൂടെ കിട്ടുമ്പോൾ 308. അപ്പോൾ 6 ഇന്നിങ്സിൽ ഇനി എത്രയാണ്? 308/6. അത് ചെയ്യുമ്പോൾ 53.38% എന്ന് കിട്ടും. ഇത്രയും ക്വസ്റ്റ്യൻസാണ് പ്രീവിയസ് എന്ന് പറഞ്ഞിട്ട് കണ്ടത്. അത് ചെയ്തിട്ടുണ്ട്.